ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ഫിസ. എന്തെല്ലാം എല്ലാവരും വിശേഷം? നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നത്. ഇന്നൊരു ട്രാവൽ ബ്ലോഗാണ്. കഴിഞ്ഞ വീഡിയോയിൽ പെട്ടി പാക്ക് ചെയ്യുന്നത് കണ്ട് അതിൻ്റെ ബാക്കിയായിട്ടാണ്. ഇതാണ് എൻ്റെ എയർപോർട്ട് ലുക്ക്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് റിയാദിലേക്കാണ്. അങ്ങനെ പെട്ടികളൊക്കെ സെറ്റാക്കി എല്ലാം വണ്ടി വരാൻ വെയിറ്റ് ചെയ്യാണ്. ആ വെയിറ്റിങ്ങിൻ്റെ സമയത്ത് ലീനുവിന് ഉറക്കത്ത് നുണത്തിയ കരച്ചിലാണ് ഈ കാണുന്നത്. അപ്പോൾ ഒന്നാമത് പുലർച്ചെ സമയമാണ്. ഇപ്പം 3 മണി സമയത്ത് ലീനുവിനാണെങ്കിൽ നല്ല ജലദോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ കരച്ചിലും ഉറക്കം റെഡിയാവാത്ത കരച്ചിലും എല്ലാം കൂടെ ആയിട്ട് മൊത്തത്തിലൊരു ബഹളം തന്നെയായിരുന്നു. അങ്ങനെ കാറ് താഴെത്തി നമ്മൾ പോവുകയാണ്, വീടൊക്കെ അടച്ചിട്ട്. സത്യം പറഞ്ഞാൽ നല്ല ഉറക്കം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ റിയാദിലേക്ക് പോകുന്ന സന്തോഷമുണ്ട്. രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു സംഭവം അതിന് ഉണ്ടായിരുന്നത്. അങ്ങനെ എയർപോർട്ട് എത്തി. ചെക്കിങ് പ്രൊസീജിയേഴ്സൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയമൊക്കെ ആയപ്പോഴേക്കും മോള് കുറേയൊക്കെ ഓക്കെ ആയി. അവൾ എന്താണ് ലൈറ്റും ആൾക്കാരൊക്കെ കണ്ടപ്പോൾ തന്നെ എന്തൊക്കെ കുറച്ച് എവിടെയൊക്കെ പോവാണെന്നുള്ളൊരു ബോധം വന്ന്. അപ്പോഴത്തേന് കോൾ ഓക്കെ ആയപ്പോൾ തന്നെ എനിക്ക് കുറേ സമാധാനമായി. കാരണം മക്കൾക്ക് ഉറക്കം വരുമ്പോൾ നമ്മൾ തന്നെ ആകെ ഇടങ്ങാറായി പോവുമല്ലോ. അങ്ങനെ ഡ്യൂട്ടി ഫ്രീയിലൂടെയൊക്കെ ഇങ്ങനെ നടക്കും. ഞാൻ കുച്ചി അങ്ങനത്തെ ഓരോ ബ്രാൻഡിൻ്റെ ബാഗൊക്കെ കാണുമ്പം ഇക്കൊക്കെ ഇങ്ങനെ കാണിച്ചു. ഇത്രയും നേരം എനിക്ക് മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. ഞാൻ എയർപോർട്ടിൽ നിന്ന് മറ്റേ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പോകുന്നതാണ്. ഒന്നും കിട്ടിയില്ല, വേണ്ട. അപ്പോൾ ഇപ്പോൾ ഫുള്ള് തിരക്കിലായിരുന്നൊരു സാധനം ഇടയ്ക്കൊരു സാധനം കണ്ട് ഞാൻ സ്ട്രക്റ്റായി. ഓക്കെ, അപ്പോൾ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഫുൾ പ്ലാൻ ചെയ്തതാ. ഞാൻ ബാഗ് പാക്കിങ്ങിന് കഴിഞ്ഞപ്പോഴത്തിന് 3 മണിയായി. പിന്നെ 3:30 ആകുമ്പോഴത്തേന് ഇറങ്ങണം. പിന്നെ ഉറങ്ങുകയാണ്, ഓളെ റെഡിയാക്കണം, ഞാൻ റെഡിയാവണം. ഫുൾ ഓട്ടത്തിലായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്നും എടുക്കില്ല, വേഗം ഡ്രസ്സ് ചെയ്ത് വേഗം പോന്ന്. ഇപ്പം അതാ എയർപോർട്ടിലെത്തി. ചെക്കിനൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി. ഇനി 6 മണിക്ക് ഫ്ലൈറ്റ്. അത് വരെ മേലോട്ട് നോക്കിയിരിക്കണം. അയ്യോ, എന്താ അവസ്ഥ. ഈനുവിൻ്റെ കരച്ചിലൊക്കെ മാറി. ഇതിനിപ്പോൾ ഗുഡ് ഗേൾ ആയല്ലേ. അങ്ങനെ നമ്മൾ ഗേറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സമയത്ത് കുറേ മേക്കപ്പിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമെങ്കിലും പിന്നെ അങ്ങനെ നടന്ന് നമ്മൾ ഗേറ്റിൻ്റെ അവിടെ എത്തി. ഇതാണ് നമ്മളെ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത്. ഈ സമയമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് മര്യാദക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയാം. അങ്ങനെ പെട്ടി പാക്കിങ്ങും ഫുള്ള് തിരക്കായിപ്പോയി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓട്ടം നേരെ ചെക്കിൻ ചെയ്ത് പിന്നെ ചെക്കിങ് കൂടി കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം പിന്നെയും ഫോൺ എടുക്കുക, വീണ്ടും വെക്കുക. പിന്നെ ലീനുവിനാണെങ്കിൽ ഇപ്പം സമയം 4:30 ആയി. നല്ല ഉറക്കത്തിൻ്റെ സമയം. ഞങ്ങൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, കിളി പോയ അവസ്ഥയായിരുന്നു. ഞാനാണെങ്കിൽ ഇന്നലെ 9:30 നീറ്റതാണ്, പിന്നെ ഉറങ്ങിയിട്ടുമില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. ലീനുവിന് നല്ല ഉറക്കം വന്നിട്ട് ഫുൾ കരച്ചിലാണ്. ഇപ്പം തന്നെ അവളെ ഞാനൊന്ന് ഇരുത്തിയിട്ട് അപ്പോഴത്തേനും അവൾ കരഞ്ഞു. അപ്പോൾ ഒന്നാമത് അവൾക്ക് സുഖമില്ല, ജലദോഷവും പിടിച്ച്. അപ്പോൾ ഇതെല്ലാം കൂടെ ആയിട്ട് ആകെ മൂഡ് ശരിയില്ലാണ്ട് നിൽക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓട്ടം വീഡിയോ എല്ലാം കൂടി ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഞാൻ 7 മാസത്തോളം വീഡിയോ ഇടാണ്ട് നിന്നത്. ഞാനൊരു കാര്യം ചെയ്യുമ്പോഴത്തേന് എന്തെങ്കിലും കാര്യമായിട്ട് ലീനുവിൻ്റെ കരച്ചിലോ അല്ലെങ്കിൽ ലീനുവിൻ്റെ ഒരു കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ ഏതായാലും ചെക്കിങ് ചെയ്ത് ഗേറ്റ് എവിടെയെന്ന് അനൗൺസ് ചെയ്തില്ല. അപ്പം ഗേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ നേരെ പുറത്ത് ഫ്ലൈറ്റൊക്കെ പോകണമെന്ന് നോക്കിയിരിക്കുക. പക്ഷെ നല്ലോണം ഉറക്കം വരുന്നുണ്ട്. കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ഡൊമസ്റ്റിക് അല്ല, അത് 2 മണിക്കൂറുള്ളൂ. പിന്നെ ഇൻ്റർനാഷണൽ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ 3 മണിക്കൂർ മുന്നേ വരണം. ഡൊമസ്റ്റിക് ആയതുകൊണ്ട് 2 മണിക്കൂർ മുന്നേ വരുന്നതുകൊണ്ട് ഇല്ലാണ്ട് കുഴപ്പമില്ല, എന്നാലും കുഴപ്പമുണ്ട്. അപ്പം ഞാൻ ലീനുവിന് എങ്ങനെ ഉറക്കാൻ പറ്റുമോ നോക്കണം. എന്നിട്ട് എനിക്ക് ഏതായാലും ഉറങ്ങാൻ പറ്റില്ല, ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് അല്ലാണ്ട് ഉറങ്ങില്ല. ലീനുവിനെ എങ്ങനെ ഉറക്കാൻ നോക്കണം, എന്നാലേ ഉള്ള മൂഡ് ശരിയാവുള്ളൂ. അല്ലേ ലീനുമ്മ? അല്ലേ അല്ലേ? നല്ല കലിപ്പൻ മൂഡിലാണ്. എന്തായാലും കാണാം. ഞാൻ ലീനും കൂടെ നടക്കാൻ വന്നതാണ്. ലീനുവിന് ഉറക്കം വന്ന് അങ്ങ് അറ്റെത്തിയിട്ടുണ്ട്. പക്ഷെ അവൾ ഉറങ്ങണില്ല.
ഒന്നാമത് നമ്മൾ ബെഡിലേ കിടന്ന് ഉറങ്ങുമെന്നുള്ള ശീലം ഉണ്ടായിട്ടാണ്. പിന്നെ കുറച്ചങ്ങനെ നടന്ന് പാടി അങ്ങനെ ഉറങ്ങണം. കുറച്ച് ടാസ്ക്കാണ്. ഈ സമയത്ത് എങ്ങനെ കറക്റ്റ് ഈ സമയത്ത് തന്നെ എടുത്തതെന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ സമയത്ത് എടുത്താൽ ആകെ ഇടങ്ങാറായി പോവും. നമ്മളും ടയേർഡാവും, ഓരും ടയേർഡാവും. എന്തായാലും നോക്കാം. ഏതായാലും എടുത്തു പോയല്ലോ. പിന്നെ ഫ്ലൈറ്റിൻ്റെ ടൈം ആവാൻ ഇനിയും 1.5 മണിക്കൂർ ബാക്കിയുണ്ട്. അയ്യോ, അതെന്തായാലും നമുക്ക് നോക്കാം. നല്ലോണം ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഒരു ടീയും കോഫിയും കുടിക്കാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഫ്രാപ്പച്ചിനോ അല്ല, എന്തേലും ഓറിയോ ചോക്ലേറ്റ് ഷേക്ക് പിന്നെ വേറെ എന്തോ ഒരു പേരും പറഞ്ഞു, അത് കുടിക്കുകയാണ്. ഇത് കിട്ടാൻ വേണ്ടി ലീനു നല്ല കരച്ചിലായിരുന്നു. ഇപ്പം റെഡിയായി. ഞാൻ അങ്ങനെ ഇവിടെ നടക്കുകയാണ്. ഇത് കുടിച്ച് തീർന്നാലേ എനിക്ക് ഓളെടുത്ത് പോകാൻ പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരിക. എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ ബോർഡിങ് സ്റ്റാർട്ടായി. ആ സമയത്തൊക്കെ ഞാൻ വാഷ്റൂമിൽ പോയി. അതൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. ഫ്ലൈറ്റിലേക്ക് കയറി ഇരുന്ന് അങ്ങോട്ട് ഉറങ്ങാന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് കയറുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഫ്ലൈറ്റിൽ വരുന്നത്. ഇതിൻ്റെ മുന്നൊക്കെ ഫ്ലൈനാസ് ചെയ്യുന്നു. അപ്പം നല്ല സുഖത്തിലിരുന്ന് ഉറങ്ങി വരാമെന്നുള്ള ഒരൊറ്റ സന്തോഷത്തിൽ ഇറങ്ങി വരുമായിരുന്നു. പക്ഷേ ഫ്ലൈറ്റിൽ മാഷാഅല്ലാ ഫുള്ളായിരുന്നു ഫ്ലൈറ്റിലെ ആൾ. ഈ സമയത്തൊക്കെ എത്രയും ആൾക്കാരുണ്ടെന്ന് ഞാൻ പിന്നെ അറിഞ്ഞത്. സാധാരണ ഞങ്ങൾ റിയാദ് പോകുമ്പോൾ ഇത്ര റഷ് ഉണ്ടാവില്ല. ഇത് ഫുള്ളായിരുന്നു. അതുകൊണ്ട് അത്ര കംഫർട്ടബിളായിട്ട് ഇരുന്ന് ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ മോള് അത്യാവശ്യം എനർജി ഇല്ലായ്മയും എല്ലാം കൂടെ ഒക്കെ ആയിട്ട് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. ലീനുവിൻ്റെ അവസ്ഥയാണെങ്കിൽ അവൾ റൂമിൽ ബെഡിൽ കിടന്നാലേ ഉറങ്ങും എന്നുള്ളൊരു വാശിയുള്ള ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടേക്ക് ഓഫിൻ്റെ സമയത്തൊക്കെ ഫീഡ് ചെയ്തിട്ട് ഉറക്കണം എന്നൊക്കെ പറയും. ബട്ട് ഇവൾ പാല് കുടിച്ച് തീർക്കുക എന്നല്ലാണ്ട് അവൾ ഉറങ്ങുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് അവൾ ഉറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ടേക്ക് ഓഫിൻ്റെ കുറച്ച് മുന്നേ ഇങ്ങനെ പോണീൻ്റെ കുറച്ച് മുന്നേ ഇങ്ങനെ മെല്ലെ ഉറങ്ങി വന്ന് അങ്ങനെ ഉറങ്ങിയതാണ്. എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. ടേക്ക് ഓഫിൻ്റെ സമയത്ത് ചെവി വേദനയൊക്കെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം അവളെ പാല് കുടിപ്പിച്ചും അങ്ങനെ കുറേ ഉറക്കാൻ നോക്കി. ഭാഗ്യത്തിന് ആ സമയമായപ്പോഴേക്കും ഓൾ ഉറങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ഈ ഫ്ലൈറ്റിൻ്റെ ഓരോന്നൊക്കെ കണ്ട് ഞങ്ങളും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫാണ് കഴിഞ്ഞതും അവർ ലൈറ്റാണ് ഇട്ട്. അതിൽ പിന്നെ നമ്മൾ ഉറക്കം പോയി. പിന്നെ അവർ ലൈറ്റ് ഓഫാക്കിയതിൻ്റെ ശേഷം നമ്മൾ കിടന്നത്. സത്യം പറഞ്ഞാൽ ഈ 4 മണി ഈ സുബഹിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള സമയമാണ്. അങ്ങനെ അൽഹംദുലില്ലാഹ് നമ്മൾ റിയാദിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. റിയാദിൽ ലാൻഡ് ചെയ്ത് അത്യാവശ്യം കിളി പോയ അവസ്ഥയും. കണ്ണ് തുറക്കുമ്പോൾ തന്നെ കാണുന്ന എയർപോർട്ട് സൗദി എയർലൈൻസ്. അങ്ങനെ കണ്ണും തുറക്കാൻ വയ്യ, ഒന്നും ഒരു അവസ്ഥയേനു. ഉറക്കൊന്നും കറക്റ്റ് ആവാണ്ടേനു നമ്മൾ ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് നീക്കും അങ്ങനെ ആക്കും. ആകെ 1.5 2 hours ആകെ റിയാദിലേക്കുള്ള ജേണി ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്കൊന്ന് കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയേനു. ലീനു അപ്പം ജിദ്ദയിൽ നിന്ന് ഉറങ്ങിയിട്ട് പിന്നെ അവൾ നീറ്റിട്ടേ ഇല്ല. അവളെ കൊണ്ട് പിന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലേനി. പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത ആകെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടുള്ളേന്. അങ്ങനെ റിയാദിൽ ലാൻഡ് ചെയ്ത് നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഉപ്പയും അളിയനും വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെത്തി. പിന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് പുറത്തിറങ്ങിയത്. ആൾക്കാരെല്ലാവരും പോയി, കുറേ ആൾക്കാർ പോയി. ലാസ്റ്റൊക്കെയാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം മോളായിട്ട് പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഇറങ്ങി പോകാനും പറ്റില്ല. പിന്നെ നമ്മൾ രണ്ടാളെ കയ്യിൽ 2 ഹാൻഡ് ലഗേജ് ഉണ്ട്. അപ്പം അതൊക്കെ എടുത്ത് സാവധാനം, നമുക്ക് ഇനി റിയാദിൽ പ്രത്യേകിച്ച് ചെക്കിങ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ സാവധാനം ഇറങ്ങിയാൽ മതി പറഞ്ഞിട്ട് അങ്ങനെ മെല്ലെ ലാസ്റ്റൊക്കെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ കണ്ണൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഉറക്കം വന്ന് അങ്ങനെ ആകെ എന്തൊക്കെയോ ആയിണ്ടായിരുന്നു. എൻ്റെതും ഇക്കൻ്റെ അവസ്ഥയൊക്കെ അതന്നെയായിരുന്നു. ലീനുവിന് കുറേയൊക്കെ മേൽ കിടന്ന് ഉറങ്ങിയതുകൊണ്ട് വലിയ കുഴപ്പമില്ലേനു. അവൾ
അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി റിയാദ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഡൊമസ്റ്റിക്കിൽ പുറത്തിറങ്ങിയപ്പോഴേക്ക് ഉപ്പയും ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. റിയാദിലെ ക്ലൈമറ്റ് മാഷാ അല്ലാ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. എനിക്ക് നല്ല തണുപ്പായിരുന്നു. അങ്ങനെ ഉപ്പയും ഇവരെ വന്ന് നമ്മൾ പെട്ടെന്ന് കാർക്ക് കയറി. സീറ്റിൽ നമുക്കൊരു ഒരു മണിക്കൂറല്ല, ഒരു 20 മിനിറ്റ്സിൻ്റെ യാത്ര ഉണ്ടായിരുന്നു റൂമിക്ക്. അതുകൊണ്ട് തന്നെ കാറിലിരുന്ന് കുറച്ച് നേരം ഉറങ്ങി, പിന്നെ റൂമിലെത്തുക, കിടന്നുറങ്ങുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാറ്റാ.